അതിന് brush before bed with Willy White toothpaste. Enriched with active calcium to redeposit the lost calcium in teeth. കനത്ത പുകമഞ്ഞ് കാരണം രാജ്യ തലസ്ഥാനത്ത് മിക്ക വിമാനങ്ങളും വൈകുന്നു. ഇത് യാത്രക്കാരെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. ഇൻഡിഗോ വിമാനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ റദ്ദാക്കിയതിന് പിന്നാലെയാണ് ഈ അവസ്ഥ. വിവരങ്ങൾ നൽകാൻ ശ്രീകാന്ത് ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്. വല്ലാത്തൊരു അവസ്ഥയാണല്ലോ, ഒരു ആകാശ പ്രതിസന്ധിയാണ്. എന്തായാലും ഈ മൂടൽമഞ്ഞിന് ഒരു ശമനം ഉണ്ടാകുന്നത് വരെ വിമാനങ്ങൾ വൈകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. യാത്രക്കാർ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? ഒപ്പം അവിടുത്തെ ഹ്യൂമിഡിറ്റി റേറ്റ് എത്രയാണ് ശ്രീകാന്ത്? ഉത്തരേന്ത്യ അശ്വതി അതിശൈത്യത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് രാവിലെയൊക്കെ തന്നെ 6ലേക്ക് ഈ തണുപ്പ്, ഇവിടുത്തെ ആ ഒരു കാലാവസ്ഥയുടെ കണക്ക് താഴുന്ന സാഹചര്യമുണ്ട്. അതിനും അപ്പുറം ഉള്ള ഒരു പ്രതിസന്ധി പുക. ഇവിടെ ഓൾറെഡി പൊല്യൂഷനാണ്. അതിനൊപ്പം തന്നെ കനത്ത പുകമഞ്ഞ് രൂപപ്പെടുന്നു എന്നുള്ളതാണ് പ്രതിസന്ധി. വിമാനങ്ങൾ പലതും 10 മണിക്ക് ശേഷമൊക്കെയാണ് കൃത്യമായി സർവീസ് നടത്താൻ കഴിയുന്നത്. വിമാനങ്ങൾ പലതും വൈകി ഓടുന്നുണ്ട്. യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇതുമൂലം ഉണ്ടാകുന്നതും. കഴിഞ്ഞ ദിവസം മുതലാണ്, ഇന്നലെ മുതലാണ് ഈ വിമാനങ്ങൾ വൈകി ഓടുന്ന പ്രതിസന്ധി ഉടലെടുത്തതും. അത് വിമാനയാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ നിരവധി വിമാനങ്ങൾ വൈകി ഓടി, ചില വിമാനങ്ങൾ റദ്ദാക്കി, ചിലത് ഇന്നത്തേക്ക് റീഷെഡ്യൂൾ ചെയ്തു. അങ്ങനെയുള്ള പ്രതിസന്ധിയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. സ്വാഭാവികമായും യാത്രക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ തുടർച്ചയായി 2ാം ദിവസവും ഈ തരത്തിൽ പുകമഞ്ഞ് തുടരുന്ന പശ്ചാത്തലത്തിൽ വിമാന ടിക്കറ്റുകൾ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ, യാത്ര നിശ്ചയിക്കുമ്പോൾ അത് അതിരാവിലെയും രാത്രിയിലും അർദ്ധരാത്രിയിലും എന്ന രീതിയിൽ നിന്നും മാറ്റി പകൽ സമയങ്ങളിലേക്ക് മാറ്റുന്നതായിരിക്കും കുറച്ച് നാളത്തേക്ക് ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കപ്പെടുന്നത് വരെ ഉചിതം എന്നുള്ളതാണ്. ഒരു രസകരമായ സംഭവം, അത് രസകരം എന്ന് അല്ല, അത് നമ്മുടെ ക്യാമറാമാൻ, ഡൽഹിയിലെ ക്യാമറാമാൻ കൃഷ്ണകുമാർ അടക്കം ഇന്നലെ സമാനമായ രീതിയിൽ യാത്ര ചെയ്യേണ്ടയാളായിരുന്നു. രാവിലെ 5 മണിക്ക് വിമാനത്തിൽ കയറിയതാണ്. പക്ഷേ ആ വിമാനം റദ്ദാക്കി അവസാനം മറ്റൊരു വിമാനത്തിൽ രാത്രി 8 മണിക്കാണ് പുറപ്പെടാൻ സാധിച്ചത്. അത്രയധികം യാത്രക്കാർ നന്നേ ബുദ്ധിമുട്ടുന്ന സാഹചര്യമുണ്ട് ഡൽഹി വിമാനത്താവളത്തിൽ. ശ്രീകാന്ത്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഡൽഹിയിലെ ഒരു കാലാവസ്ഥ അപ്രതീക്ഷിതമായി ഇങ്ങനെ നമുക്ക് പ്രവചിക്കാൻ കഴിയാത്തൊരു കാലാവസ്ഥയാണ്. അപ്രതീക്ഷിതമായി കുറച്ച് നാളുകളായി പുകമഞ്ഞും ചൂടും ഒക്കെ ഒരു ഡൽഹിയിൽ ഇങ്ങനെ മാറി മാറി വരുന്ന ഒരു അവസ്ഥയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന വിശദീകരണം എന്താണ്? അശ്വതി, അതിശൈത്യം തുടരും. ഇനി അങ്ങോട്ട് ഡിസംബർ ജാനുവരി മാസങ്ങളാണ്. ഫെബ്രുവരി പകുതി വരെയും സമാനമായ രീതിയിൽ ഈ മൂടൽമഞ്ഞും അതോടൊപ്പം തന്നെ തണുപ്പും അതിശൈത്യവും ഉണ്ടാകും എന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന വിശദീകരണം. ഈ നോർത്ത് ഇന്ത്യയിൽ അത് സ്വാഭാവികമാണ്. അത് ഇതിനോടകം ഇവിടുത്തെ ആളുകളൊക്കെ തന്നെ അതിനോട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. പക്ഷേ ഇത്തവണ ഈ പുകമഞ്ഞ് വളരെ കൂടുതലാണ്, പൊല്യൂഷൻ്റെ അളവ് വളരെ കൂടുതലാണ്. അതാണ് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. തൽക്കാലം ഈ കാലാവസ്ഥ ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഇങ്ങനെ തന്നെ തുടരാനാണ് സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. തീർച്ചയായും ശ്രീകാന്ത്, തുടരുക. നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി ശ്രീകാന്തിൽ നിന്നും തേടേണ്ടതുണ്ട്. എന്തായാലും ഡൽഹിയിൽ കനത്ത പുകമഞ്ഞ് കാരണം രാജ്യ തലസ്ഥാനത്ത് മിക്ക വിമാനങ്ങളും വൈകിക്കൊണ്ടിരിക്കുന്ന ഒരു നിർണായക വിവരമാണ് ശ്രീകാന്ത് പങ്കുവച്ചത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടിയുണ്ട്. ഉത്തർപ്രദേശിലെ മധുരയിൽ യമുന എക്സ്പ്രസ് ഹൈവേയിൽ കനത്ത പുകമഞ്ഞിനിടെ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. 4 പേർ മരിച്ചു, 25 പേരെ രക്ഷപ്പെടുത്തി. ബസ്സടക്കം ചില വാഹനങ്ങൾക്ക് തീപിടിച്ചു. ശ്രീകാന്ത് കൂടുതൽ വിവരങ്ങൾ നൽകും. ശ്രീകാന്ത്, വളരെ നിർണായകമായൊരു വിവരമാണ്. എന്തായാലും ഈ വാഹന അപകടത്തിന്റെ കാരണം, എന്തുകൊണ്ടാണ് ഈ വാഹന അപകടം ഉണ്ടായത്? ഒപ്പം ഈ 4 പേർ മരിച്ചല്ലോ, 25 പേരെ രക്ഷപ്പെടുത്തിയെന്ന് അറിയാൻ സാധിക്കുന്നു. ഈ രക്ഷപ്പെടുത്തിയ 25 പേരുടെ നില എങ്ങനെ തുടരുകയാണ് ശ്രീകാന്ത്? അശ്വതി, ദാരുണമായ സംഭവം യമുന എക്സ്പ്രസ് വേയിൽ നടന്നു. ആ വഴി യാത്ര ചെയ്തവർക്കറിയാം, അതിവേഗം വാഹനങ്ങൾ പാഞ്ഞു പോകുന്ന ഒരു എക്സ്പ്രസ് വേ ആണ് അത്. അവിടെ മൂടൽമഞ്ഞ്, പുകമഞ്ഞ് അതിരൂക്ഷമാണ്. അത് നമ്മുടെ ഡൽഹിയിൽ നിന്നും പുറത്തേക്ക് പോകുമ്പോൾ അത് മനസ്സിലാവും. അതിരൂക്ഷമായ പുകമഞ്ഞാണ്. തൊട്ടടുത്ത് നിൽക്കുന്നയാളെ പോലും കാണാൻ സാധിക്കാത്ത തരത്തിലാണ് ആ ഭാഗങ്ങളിലെല്ലാം പുകമഞ്ഞ് മൂടുന്നത്. ഇന്ന് അവിടെ ഒരു അപകടം നടന്നിരിക്കുന്നു. 4 പേർ ഈ വാഹനങ്ങൾ കൂട്ടിയിടിച്ച്, 7 ബസ്സുകളും 3 കാറുകളും കൂട്ടിയിടിച്ചു
എന്നുള്ളതാണ് വിവരം. അതിൽ 4 പേർ മരിച്ചു. പക്ഷേ 25 പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. ഇവരുടെ അപകടം ഉണ്ടായ ഇവരുടെ പരിക്ക് അത്ര ഗുരുതരമല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലാണ് വിവരങ്ങൾ പുറത്തേക്ക് വരുന്നതും. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്, മതിയായ ചികിത്സ നൽകുന്നുണ്ട്. യമുന എക്സ്പ്രസ് വേയിലൊക്കെ അതിവേഗത്തിലാണ് ഉത്തർപ്രദേശിൽ നിന്നും മറ്റും വരുന്ന വാഹനങ്ങളൊക്കെ തന്നെയുണ്ട്, മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങളുണ്ട്. അതിവേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. വേഗത കുറച്ച് പോവുക എന്നത് മാത്രമാണ് അവിടെയുള്ള പോംവഴി. കാരണം മുന്നിൽ നിൽക്കുന്ന ആളുകളെ പോലും കാണാൻ സാധിക്കാത്ത തരത്തിൽ പുകമഞ്ഞ് മൂടുന്ന പാതയാണത്. തീർച്ചയായും ശ്രീകാന്ത്, മനസ്സിലാക്കുന്നു. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ശ്രീകാന്താണ്. ഉത്തർപ്രദേശിൽ നിന്നും വളരെ വിഷമകരമായ ഒരു വാർത്തയാണ് രാവിലെ ശ്രീകാന്ത് എത്തിച്ചത്. അവിടെ വാഹന അപകടത്തിൽ 4 മരണം. പുകമഞ്ഞിനെ തുടർന്ന് വാഹനങ്ങൾ കൂട്ടിയിടിക്കുകയായിരുന്നു. എന്തായാലും നമുക്കിന്നൊരു ചെറിയ ഇടവേള അനിവാര്യമാണ്. അതിനുശേഷം കൂടുതൽ വാർത്തകളിലേക്ക് മടങ്ങിയെത്തും.